കണ്ണൂർ ചെറുപുഴ മുനയംകുന്നിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന മസാജ് സെന്ററിൽ വനിതാ തെറാപ്പിസ്റ്റുകൾക്ക് തൊഴിൽ പീഡനമെന്ന് പരാതി. മസാജ് സെന്ററിൽ നിന്ന് രക്ഷപ്പെട്ട തിരുവനന്തപുരം സ്വദേശിനിയാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. ആഹാരം ലഭിക്കാറില്ലെന്നും പുറത്തിറങ്ങാൻ സമ്മതിക്കാറില്ലെന്നും യുവതി പറയുന്നു. സംഭവത്തിൽ ഈസ്റ്റ് ഏളേരി ഗ്രാമപഞ്ചായത്ത് നടപടി തുടങ്ങി. സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സാന്നിധ്യമായ ചെറുപുഴ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് അനധികൃത മസാജ് പാർലർ പ്രവർത്തിച്ചു വന്നിരുന്നത്. തൊഴിൽ പീഡനം നടക്കുന്നതായി ആരോപിച്ച് സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ ശബ്ദ സന്ദേശം പുറത്തുവന്നതോടെയാണ് മസാജ് പാർലറിലെ തട്ടിപ്പ് പുറം ലോകം അറിയുന്നത്. തിരുവനന്തപുരം സ്വദേശിനിയായ ജീവനക്കാരി മസാജ് പാർലറിൽ നിന്നും രക്ഷപ്പെട്ട് സമീപത്തെ വീട്ടിൽ അഭയം തേടുകയായിരുന്നെന്ന് ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ട്രിവാൻഡ്രത്തുനിന്ന് ഈ ചെറുപുഴ മുനയംകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആയുർധാര എന്ന് പറഞ്ഞൊരു സ്പായില് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഞാൻ വന്നതാണ്. ഞാൻ വന്നിട്ട് ഇന്നേക്ക് ആയപ്പം 10 ദിവസമായി. ഈ വന്നൊരു 4-5 ദിവസം കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ആണുങ്ങളെ മസാജിന് കയറ്റി മോശമായിട്ടുള്ള ആണുങ്ങൾ വരികയും എൻ്റെ അടുത്ത് പറഞ്ഞത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. രാത്രി 9-10 മണി വരെ നമ്മളിട്ട് വർക്ക് എടുക്കുക. ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, ഞങ്ങൾ പുറത്തോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ഞങ്ങളൊരു ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ചാടി വെളിയിലോട്ട് വന്ന് ഞാനിപ്പോൾ അടുത്ത വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ കുറേ സ്റ്റാഫുകൾ വന്ന് എല്ലാവരും ഇവിടുന്ന് പ്രശ്നങ്ങളായി പോയെന്നാണ് പറയുന്നത്. എനിക്കിതിനെ കറക്റ്റ് അറിയില്ല. ഇപ്പം ഞങ്ങൾക്ക് ആഹാരമില്ല, പുറത്തോട്ട് എനിക്ക് വീട്ടിലോട്ട് കൊണ്ട് എൻ്റെ വീട്ടിൽ പോലും ഞാനിത് പറയാതെ ഒരു ഗതികേട് കൊണ്ടൊരു ജോലിക്ക് വന്നതാണ്. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും ഇതുപോലെ ഇനി ഒരു പെൺപിള്ളേർക്ക് ഇങ്ങനെ വരാൻ പാടില്ല. ഈ സ്പായിൻ്റെ മറവിൽ ലൈസൻസ് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ലൈസൻസ് കാണിക്കാൻ പറ്റാത്തോട്ട് അവർ കാണിക്കുന്നുമില്ല. എന്നിട്ട് നമ്മൾ അടിക്കുക, ഓട്ടിക്കുകയും മോശമായിട്ട് നമ്മളെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളത് നാട്ടുകാർ തന്നെ അതെല്ലാവരും കൂടി ഒരു തീരുമാനം എടുക്കണം. മസാജ് ചെയ്യാൻ വന്ന പുരുഷന്മാർ മോശമായി പെരുമാറിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചതിന് സ്ഥാപന നടത്തിപ്പുകാർ മർദ്ദിക്കാൻ തുടങ്ങിയതായും രക്ഷപ്പെട്ട യുവതി ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. തുടർന്ന് പോലീസും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി പരിശോധിച്ചു. പരിശോധനയിൽ സ്ഥാപനം അനധികൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമായി. അതേസമയം ഈ സ്ഥാപനം പഞ്ചായത്തിന്റെയോ മറ്റു വകുപ്പുകളുടെയോ അനുമതിയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം രേഖകൾ ഹാജരാക്കി അനുമതി വാങ്ങാൻ സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകി. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ.